എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആരാധനാക്രമ തർക്കവിഷയ പരിഹാരത്തിനായി വന്നിരിക്കുന്ന പേപ്പൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ ഫോറോനാടിസ്ഥാനത്തിൽ വൈദികരെ കണ്ട് സംസാരിക്കുന്നതിന്റെ വെളിച്ചത്തിൽ കുർബാന പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം രൂപപ്പെടാനുള്ള സാധ്യത തെളിയുന്നതായി ചർച്ചയിൽ പങ്കെടുത്ത വൈദികർ പറയുന്നു. മെത്രാൻ സമിതി അതിരൂപതാ വൈദികരുടെ അഡ്ഹോക് കമ്മിറ്റിയുമായി ഉണ്ടാക്കിയ ധാരണ റോമിൽ അറിയിക്കുവാനും ക്രിസ്തുമസിന് ശേഷവും ചർച്ചകൾ തുടരുവാനും പേപ്പൽ ഡെലിഗേറ്റ് സിറിൽ വാസിൽ തന്റെ സന്നദ്ധത അറിയിച്ചതായി ചർച്ചയിൽ പങ്കെടുത്ത വൈദികർ പറഞ്ഞു. ഈ ധാരണാപ്രകാരം ഡിസംബർ 25 എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ മാർപ്പാപ്പയോടുള്ള വിധേയത്വവും സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ട് ഏകീകൃത കുർബാന അർപ്പിക്കുവാനുള്ള സന്നദ്ധത അറിയിക്കുകയും അതിനുള്ള സാധ്യത തെളിയുകയും ചെയ്തിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ അഡ്ഹോക് കമ്മിറ്റിയെ കാണുവാനും അവരുടെ നിർദ്ദേശങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുവാനുമുള്ള പേപ്പൽ ഡെലിഗേറ്റിന്റെ സൗഹൃദ സമീപനമാണ് അതിരൂപതാ പ്രശ്നത്തിന്റെ കാഠിന്യം കുറയ്ക്കുവാൻ വഴിയൊരുക്കിയത്. ആർച്ച് അതിരൂപതയിലെ 16 ഫൊറോനകളിൽ 14 ഫൊറോനകളിൽ നിന്നുമുള്ള വൈദികരെ ഇതിനകം കണ്ടുകഴിഞ്ഞു. കുർബാന പ്രശ്നം പരിഹരിക്കുന്നതിനായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രതിനിധിയായി ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ ഓഗസ്റ്റ് മാസമാണ് ആദ്യമായി അതിരൂപത സന്ദർശിച്ചത്. സിനഡ് കുർബാന ഇവിടെ അടിച്ചേൽപ്പിക്കുന്ന ശൈലിയായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റേത്. സംഭാഷണത്തിനായിട്ടല്ല താൻ വന്നിരിക്കുന്നതെന്ന് അന്ന് വൈദികരോട് കൃത്യമായി പറയുകയും ചെയ്തു. അതിൽ നിന്നും വ്യത്യസ്തമായി സംഭാഷണത്തിന്റെ സൗമ്യ ശൈലിയാണ് ഇത്തവണ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. അതിനാൽ സംഭാഷണത്തിനുള്ള ആർച്ച് ബിഷപ്പിന്റെ ക്ഷണം വൈദികർ വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത്. ഡിസംബർ 15 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് 10 അംഗ ഉപദേശക സമിതിയെ കാണുകയുണ്ടായി. ആരാധനാക്രമ വിഷയം അതിരൂപതയുടെ അജപാലന പ്രതിസന്ധിയാണെന്നും അത് സംഭാഷണത്തിലൂടെ സംജാതമാകുന്ന സമവായത്തിലൂടെ മാത്രമേ പരിഹരിക്കാൻ കഴിയൂ എന്നുമാണ് ഉപദേശക സമിതി അംഗങ്ങൾ ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലിനോട് പറഞ്ഞത്. അങ്കമാലി, മൂക്കന്നൂർ, കറുകുറ്റി, ചേർത്തല, കൊരട്ടി, വല്ലം, മഞ്ഞപ്ര, കാഞ്ഞൂർ, എറണാകുളം, ഇടപ്പള്ളി, വൈക്കം, പള്ളിപ്പുറം, കിഴക്കമ്പലം, പറവൂർ എന്നീ ഫൊറോനകളിലെ വൈദികരെ ഇതിനകം കണ്ടുകഴിഞ്ഞു. ആരാധനാക്രമ തർക്കത്തിന്റെ ദൈവശാസ്ത്രപരവും ആരാധനാക്രമപരവും അജപാലനപരവും അതിലുപരി മനസാക്ഷിപരവുമായ പ്രശ്നങ്ങളെയാണ് വൈദികർ മുഖ്യമായും അവതരിപ്പിച്ചത്. 2ാം വത്തിക്കാൻ കൗൺസിലിന്റെ ചൈതന്യത്തിലുള്ള ജനാഭിമുഖ കുർബാനയില്ലാത്ത ആത്മീയ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഇവിടത്തെ ദൈവജനത്തിന്റെ ആവശ്യം വളരെ വ്യക്തമായും ശക്തമായും പേപ്പൽ ഡെലിഗേറ്റിനോട് എല്ലാ ഗ്രൂപ്പുകളും പറഞ്ഞിട്ടുണ്ട്. മാർപ്പാപ്പയുടെ വീഡിയോ സന്ദേശത്തിലുടനീളം വസ്തുതാപരമായ തെറ്റുകൾ കടന്നുകൂടിയത് ഗൗരവമായ കാര്യമാണ്. അത്തരം ഒരു വീഡിയോ മാർപ്പാപ്പയെ കൊണ്ട് ചെയ്യിപ്പിച്ചത് താനാണെന്ന് മുൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് ഒരു TV ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് മാർപ്പാപ്പയുടെ സന്ദേശത്തിന്റെ ഗൗരവം ഇല്ലാതാക്കിയെന്ന് വൈദികർ പേപ്പൽ ഡെലിഗേറ്റിനെ അറിയിച്ചു. ഇനിയുള്ള ദിവസങ്ങളിൽ സന്യസ്ത സഭകളുടെ സുപ്പീരിയേഴ്സിനെയും ഇടവകകളുടെ കൈക്കാരന്മാർ, വൈസ് ചെയർമാൻമാർ തുടങ്ങിയ ഇടവക പ്രതിനിധികളെയും ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ കാണാൻ ഒരുങ്ങുന്നതായി അറിയുന്നു. സിനഡാലിറ്റിയുടെ ചൈതന്യം ഉൾക്കൊണ്ട് വൈദികരെയും സന്യസ്തരെയും അൽമായരെയും ശ്രവിച്ച് മെത്രാൻ സിനഡ് ആരാധനാക്രമ വിഷയത്തിൽ തീരുമാനമെടുത്തിരുന്നുവെങ്കിൽ സഭയിൽ ഈ ദുരന്തം സംഭവിക്കുമായിരുന്നില്ല. വൈദികർ ഉൾപ്പെടുന്ന പ്രതിനിധികളെ ശ്രവിച്ചിട്ടും പൊന്തിഫിക്കൽ ഡെലിഗേറ്റ് അടിച്ചേൽപ്പിക്കൽ നയം തുടർന്നാൽ പ്രവചനാതീതമായ കലഹങ്ങൾക്ക് അത് കാരണമാകും. ഇടവകകളിൽ ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടാകും എന്നും വൈദികർ അഭിപ്രായപ്പെട്ടു. ചർച്ചകളിലുടനീളം വൈദികരെയും അർപ്പിത സമൂഹത്തെയും ശ്രദ്ധയോടെ ശ്രവിക്കാനുള്ള അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ എടുത്ത സമീപനവും ശ്രദ്ധേയമായി. തുടക്കത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടിരുന്ന ധ്യാനഗുരു സേവ്യർ വട്ടായിലച്ചൻ ഈ പ്രശ്നങ്ങൾക്ക് നീണ്ടകാലത്തെ പഴക്കമുണ്ടെന്ന് സമ്മതിക്കുകയും അനുരഞ്ജനത്തിനായി അപേക്ഷിക്കുകയും ചെയ്തു. പ്രശ്നങ്ങളെ ഊതിവീർപ്പിച്ച് അതിരൂപതയിൽ വിഘടനം സൃഷ്ടിക്കുന്നതിനും വൈദികരെ അസഭ്യം പറഞ്ഞ് പണമുണ്ടാക്കാൻ മാത്രം ശ്രമിക്കുന്ന ചില യൂട്യൂബ് ചാനലുകളെപ്പറ്റി ജാഗ്രത പുലർത്താനും അതിൽ പ്രകോപിതരാകാതിരിക്കുവാനും വൈദികർ ശ്രദ്ധിക്കണമെന്ന് അഭിപ്രായമുണ്ടായി. സമാധാനപൂർണമായ അനുരഞ്ജനത്തിന്റെ ഒരു നല്ല ക്രിസ്മസ് ആയിരിക്കും 2023 ക്രിസ്മസ് എന്ന പ്രതീക്ഷ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ വൈദികരും പ്രകടിപ്പിച്ചു.